Dear students, today we are going to discuss about the tax treatment of an important item coming under salary, that is pension. What is pension? Pension is a periodical payment made by the employer, whether monthly or annually, after the retirement of employee. ഒരു employee retire ചെയ്ത ശേഷം എംപ്ലോയിക്ക് നൽകുന്ന പീരിയോഡിക്കൽ പേയ്മെൻറ്റിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. ആ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് സാധാരണയായിട്ട് മന്ത്ലി ആവാം, ചിലപ്പോൾ ആനുവലി ആവാം. എന്തു തന്നെയായാലും പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ആഫ്റ്റർ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പെൻഷനെ പൊതുവെ നമ്മൾ വിളിക്കുക അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ്. റെഗുലറായിട്ട് പീരിയോഡിക്കലായിട്ട് നടത്തുന്ന പേയ്മെൻറ്റിനെ, ആ പെൻഷൻ എമൗണ്ടിനെ സാധാരണ പറയുക അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ്. ഓക്കെ, ആ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ടാക്സബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെൻഷൻ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ബോത്ത് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്, and it is taxable under the head income from salaries. അപ്പോൾ റെഗുലറായിട്ട് പീരിയോഡിക്കലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, അതായത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ആ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഗവൺമെൻറ് എംപ്ലോയി ആയാലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിൽ ടാക്സബിൾ ആണ്. എന്നാൽ പെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, പെൻഷൻ എന്ന പേരിൽ സ്വീകരിക്കുന്ന ചില പ്രത്യേക എമൗണ്ടുകൾ ഇതേപോലെയല്ല ട്രീറ്റ്മെൻറ്റ്. അതായത് അവ ടാക്സബിൾ ആകുന്നില്ല പൂർണ്ണമായിട്ടും, അവ ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിലും വരുന്നില്ല. ആ ഒരു തരത്തിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പേയ്മെൻറ്റ് ആണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു എംപ്ലോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പെൻഷൻ എമൗണ്ട് ആർക്കാണ് ലഭിക്കുക? ലീഗൽ ഹെയർസിന്, ഫാമിലി മെമ്പേഴ്സിനാണ് ലഭിക്കുക. ആ ഫാമിലി മെമ്പേഴ്സിന് കിട്ടുന്ന പെൻഷൻ എമൗണ്ടിന് നമ്മൾ ഫാമിലി പെൻഷൻ എന്നാണ് വിളിക്കുക. ഈ ഫാമിലി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ അതേ രീതിയിലല്ല ഫാമിലി പെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ എങ്ങനെയാണ്? ഫാമിലി പെൻഷൻ മുഴുവനായിട്ടും ടാക്സബിൾ ആകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ചില എക്സംഷൻ വിധേയമായിട്ട് മാത്രമേ ടാക്സബിൾ ആകുന്നുള്ളൂ. അതായത് കിട്ടിയിട്ടുള്ള പെൻഷൻ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 1/3 ഭാഗം, അതേപോലെ ₹15,000 15,000 കിട്ടിയ പെൻഷൻ്റെ 1/3 ഭാഗമോ, ഏതാണോ ലെസ്, ഏതാണോ കുറവ്, അത്രയും എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. ബാക്കിയുള്ളത് മാത്രമേ ടാക്സബിൾ ആകുന്നുള്ളൂ. ഇനി ആ ബാക്കിയുള്ളത് ടാക്സബിൾ ആകുന്നത് തന്നെ ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിലല്ല, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ്. ആ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് മുഴുവനായിട്ടും ടാക്സബിൾ ആകുന്നില്ല, എക്സംഷൻ കിട്ടും. എക്സംഷൻ എന്ന് പറയുന്നത് 15,000 രൂപയോ കിട്ടിയ പെൻഷൻ എമൗണ്ടിൻ്റെ 1/3 ഏതാണോ കുറവ് അത്രയും തുക എക്സംഷൻ കിട്ടും. ബാക്കിയുള്ളതാണ് ടാക്സബിൾ ആകുന്നത്. ആ ബാക്കിയുള്ളത് ടാക്സബിൾ ആകുന്നത് തന്നെ ആ പെൻഷൻ സ്വീകരിച്ച ആളുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ് ടാക്സബിൾ ആകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള പെൻഷൻ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെയും ഫാമിലി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, മന്ത്ലി അല്ലെങ്കിൽ ആനുവലി അല്ലെങ്കിൽ പൊതുവെ പീരിയോഡിക്കലായിട്ട് ഒരു എംപ്ലോയറിൽ നിന്ന് എംപ്ലോയി സ്വീകരിക്കുന്ന പേയ്മെൻറ്റിനെയാണ്, റിട്ടയർമെൻറ്റിന് ശേഷം സ്വീകരിക്കുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ പൊതുവെ പെൻഷൻ എന്ന് പറയുക. ആ പൊതുവെ പെൻഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷനാണ്. ഇനി മന്ത്ലി ലഭിക്കുന്ന അല്ലെങ്കിൽ പീരിയോഡിക്കലായി ലഭിക്കുന്ന പെൻഷൻ വേണ്ടെന്ന് വെക്കാം എംപ്ലോയിക്ക്. അതിന് പകരം എംപ്ലോയറിൽ നിന്ന് ഒരു വലിയ തുക ഒന്നിച്ചൊറ്റ തവണയായിട്ട് പെൻഷൻ വേണ്ടെന്ന് വെക്കും. അങ്ങനെ വാങ്ങിക്കുന്ന തുകയെയാണ് നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് എ ലംസം പേയ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് പെൻഷൻ. ഓക്കെ, ഇനി ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ലംസം എമൗണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മന്ത്ലി പീരിയോഡിക്കൽ പേയ്മെൻറ്റ് വേണ്ടെന്ന് വെക്കുന്നുണ്ടല്ലോ,
അങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുന്നത്, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നത് ഒന്നുകിൽ മുഴുവനായിട്ടും കമ്മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ലി കമ്മ്യൂട്ട് ചെയ്യാം. An employee can commute his pension fully or partly. For example, suppose an employee gets pension of rupees 16,000 per month. 16,000 രൂപയാണ് മാസം പെൻഷൻ കിട്ടുന്നത്. He commutes 25% of his pension and receives a lump sum. 25% കമ്മ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, വേണ്ടെന്ന് വെക്കുന്നു. അതിന് പകരമായിട്ട് ഒരു ലംസമായിട്ട് ഒറ്റ തവണയായിട്ട് ഒരു വലിയ എമൗണ്ട് സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് എത്രയേ പെൻഷൻ കിട്ടൂ? 16,000ൻ്റെ 25% കമ്മ്യൂട്ട് ചെയ്തു, ബാക്കി എത്രയുണ്ടാവും? 25% കഴിച്ചാൽ 25% എന്ന് പറയുമ്പോൾ 4,000 രൂപ ഉണ്ടാവും. 4,000 കഴിച്ച് 12,000 രൂപയാണ് കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന മന്ത്ലി പെൻഷൻ 12,000 രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയി എങ്ങനെയാണ് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? പെൻഷൻ പാർട്ട്ലി കമ്മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? 25% കമ്മ്യൂട്ട് ചെയ്തു, ബാക്കി 75% ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് മന്ത്ലി കിട്ടിക്കൊണ്ടേയിരിക്കും. ആ 75%ആണ് 12,000 rupees പെർ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസ്, ഇവിടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എംപ്ലോയീസാണ് അതിൽ ഉൾപ്പെടുന്നത്? സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഉൾപ്പെടുന്നു, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഈ 4 തരത്തിലുള്ള എംപ്ലോയീസും ഗവൺമെൻറ് എംപ്ലോയീസ് എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാ എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഇനി ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ് എംപ്ലോയീസ് സ്വീകരിച്ചിട്ടുള്ള കമ്മ്യൂട്ടഡ് പെൻഷൻ പൂർണ്ണമായിട്ടും എക്സംഷൻ കിട്ടും. ഒരു പൈസ പോലും ടാക്സ് അടയ്ക്കേണ്ടതില്ല, ഫുള്ളി എക്സംപ്റ്റ് ആണ്. എന്നാൽ നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് എക്സംഷൻ കിട്ടില്ല. ആ സ്വീകരിച്ചിട്ടുള്ള കമ്മ്യൂട്ടഡ് പെൻഷനിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ എക്സംഷൻ കിട്ടുകയുള്ളൂ, ബാക്കിയുള്ളതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി എത്രത്തോളം എമൗണ്ടാണ് എക്സംഷൻ കിട്ടുക? എക്സംഷൻ കൊടുക്കുന്നത് തന്നെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. എങ്ങനെയൊക്കെയാണ്? റിട്ടയർ ചെയ്യുമ്പോൾ ആ നോൺ ഗവൺമെൻറ് എംപ്ലോയി ഗ്രാറ്റുവിറ്റി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സംഷൻ എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇഫ് ഗ്രാറ്റുവിറ്റി ഈസ് റിസീവ്ഡ്, റിട്ടയർ ചെയ്യുന്ന സമയത്ത് നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട് എങ്കിൽ എത്രയാണ് എക്സംഷൻ കിട്ടുക? എക്സംഷൻ കിട്ടുന്ന എമൗണ്ട് കുറച്ച് കുറവായിരിക്കും. എത്രത്തോളമേ കിട്ടുകയുള്ളൂ? 1/3 ഓഫ് ദി കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ ഈസ് എക്സംപ്റ്റ്. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ്റെ കമ്മ്യൂട്ടഡ് വാല്യൂവിൻ്റെ 1/3 മാത്രമേ എക്സംഷൻ കിട്ടൂ. ഈ 1/3 മാത്രം എക്സംഷൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി ആയിട്ട് വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സംഷൻ കൊടുക്കേണ്ട എമൗണ്ട് കുറച്ച് മതി. അത് 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷനാണ്. എന്നാൽ ഇഫ് ഗ്രാറ്റുവിറ്റി ഈസ് നോട്ട് റിസീവ്ഡ്, റിട്ടയർ ചെയ്യുമ്പോൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു വലിയ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഗ്രാറ്റുവിറ്റിയെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ അയാൾ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ്റെ ഹാഫ്, അതായത് 1/2, 50%ഓളം എക്സംഷൻ കിട്ടും. ക്ലിയർ? അപ്പോൾ അതാണ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്ന സമയത്ത് അതിൻ്റെ എക്സംഷനുമായി ബന്ധപ്പെട്ട റൂൾ. ഇത്രയാണ് നമ്മൾ പെൻഷൻ എന്ന ഭാഗത്ത് ടാക്സ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ചില പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. ഇത് പ്രകാരമുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Mr. Jamsal retired on 31st December 2019. At the time of retirement, his basic salary was rupees 20,000 per month, DA at the rate of 50% and medical allowance rupees 200 per month. His monthly pension was fixed at rupees 8,000. Compute income from salary of Mr. Jamsal for the assessment year 2020-21 if he is a private employee.
ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഒന്ന് നോക്കൂ. ജംസൽ റിട്ടയേർഡ് ഓൺ 31st December 2019 ആണ്. 2019 December 31st റിട്ടയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ, നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയ 2019-20 എന്ന പ്രീവിയസ് ഇയറിൽ December 31 റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസക്കാലം അയാൾക്ക് പെൻഷൻ കിട്ടും. ശരിയാണല്ലോ. അതുവരെയുള്ള December 31 വരെയുള്ള ബാക്കിയുള്ള 9 മാസം ഉണ്ടാവും. 9 മാസത്തോളം അയാൾക്ക് സാലറിയും DAയും മെഡിക്കൽ അലവൻസും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഇയാളുടെ ഗ്രോസ് സാലറി കാണുമ്പോൾ 9 മാസം സാലറി കിട്ടിയിരുന്നു. ആ 9 മാസത്തെ ബേസിക് സാലറി 20,000 into 9 ആണ് വരിക. നമുക്ക് നോക്കാം. ബേസിക് പേ 20,000 into 9, 1,80,000. DA 50% ആണല്ലോ. അപ്പോൾ 1,80,000 ബേസിക് പേ ആകുമ്പോൾ DA 90,000. മെഡിക്കൽ അലവൻസ് 200 per month, 9 monthsന് 1,800. ഓക്കെ. പിന്നീട് പെൻഷൻ 8,000 per month ആയിരുന്നു കിട്ടിയിരുന്നത്. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തേക്കാണ് 24,000. ഗ്രോസ് സാലറി 2,95,800 വരും. നമുക്കറിയാം ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടാറുണ്ട്. 3 തരത്തിലുള്ള ഡിഡക്ഷനാണ് കിട്ടിയിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്, മറ്റൊന്ന് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്, 3 എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണ്, പ്രൊഫഷൻ ടാക്സ് എന്ന് പറയും. ഇവിടെ ആ അവസാനത്തെ 2 കാര്യങ്ങളും പരാമർശിക്കുന്നേയില്ല. ആ സൂചനകളൊന്നും തന്നെയില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 Clause 1A 50,000 ആണ്. 50,000 കഴിച്ച് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 2,45,800 ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Mr. Ram was getting pension from a bank rupees 12,000 per month. With effect from 1st June 2019, he commuted 2/3 of the pension and received rupees 4,80,000. Compute the amount of pension includable under the head salary for the year 2019-20 if he received gratuity at the time of retirement. B. He did not receive gratuity at the time of retirement. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന്. നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് പെൻഷൻ ഇൻക്ലൂഡിബിൾ അണ്ടർ ദി ഹെഡ് സാലറി ഫോർ ദി ഇയർ 2019-20. അപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള പെൻഷൻ എമൗണ്ട് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ. നോക്കൂ. മിസ്റ്റർ രാം വാസ് ഗെറ്റിംഗ് പെൻഷൻ ഫ്രം എ ബാങ്ക് rupees 12,000 per month. എല്ലാ മാസവും 12,000 രൂപ വീതമാണ് മാസം പെൻഷനായിട്ട് കിട്ടിയിരുന്നത്. വിത്ത് ഇഫക്റ്റ് ഫ്രം 1st June 2019. 1st June മുതലാണ് അയാൾ 2/3 കമ്മ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2/3 കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/6/2019 മുതൽ അയാൾക്ക് 1/3 മാത്രമേ പെൻഷനായിട്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് ഇനി അങ്ങോട്ട് മന്ത്ലി കിട്ടുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 1st ജൂണിലാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. 1st ജൂണിൽ കമ്മ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ് എന്നീ 2 മാസങ്ങളിൽ 12,000 രൂപ പൂർണ്ണമായിട്ടും പെൻഷൻ കിട്ടുമല്ലോ. നമുക്ക് നോക്കാം. 12,000 രൂപ ഇൻറ്റു 2. ഓക്കെ. പിന്നീട് അങ്ങോട്ട് എത്രയേ കിട്ടുകയുള്ളൂ? 1/3 കിട്ടും. 2/3 കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് 1/3 കിട്ടും. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 4,000. 4,000 ബാക്കിയുള്ള 10 മാസം കിട്ടും. ഓക്കെ. അങ്ങനെ 64,000 രൂപയാണ് കിട്ടിയിട്ടുള്ള പെൻഷൻ എമൗണ്ട്. അതായത് മന്ത്ലി കിട്ടുന്ന പെൻഷൻ. അതായത് ചുരുക്കത്തിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന ഇനത്തിൽ 64,000 രൂപയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്നത്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷനായി കിട്ടിയിരിക്കുന്നത് 4,80,000. 4,80,000 കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എക്സംഷൻ കിട്ടും. എക്സംഷൻ കിട്ടുന്നത് എങ്ങനെയായിരുന്നു? നോക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നാമത്തെ കേസിൽ ഹി റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാങ്ക് എംപ്ലോയി ആണ് രാം എന്ന് പറയുന്നത്, ഗവൺമെൻറ് എംപ്ലോയി അല്ല. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ പൂർണ്ണമായിട്ട് എക്സംഷൻ കിട്ടുകയായിരുന്നു. ബാങ്ക് എംപ്ലോയി ആകുന്ന സമയത്ത് അത് അതർ എംപ്ലോയീസ് ആണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഓക്കെ. ആ നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എക്സംഷൻ കിട്ടും.
ആ എക്സംഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ കേസിൽ എയിൽ പറയുന്നുണ്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട് എങ്കിൽ എക്സംഷൻ കുറഞ്ഞ എമൗണ്ട് എക്സംഷൻ കിട്ടുകയുള്ളൂ. 1/3 ഓഫ് ദി കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. നോക്കൂ, എക്സംഷൻ കിട്ടുന്നത് 4,80,000 കമ്മ്യൂട്ടഡ് പെൻഷനായി കിട്ടിയിരിക്കുന്നത്. ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ 2/3 കമ്മ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 2/3 കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 4,80,000 കിട്ടുന്നുവെങ്കിൽ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ എന്തായിരിക്കും എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4,80,000 ഇൻറ്റു 3/2 ആണ് എടുക്കേണ്ടത്. ക്ലിയർ? 4,80,000 എന്ന് പറയുന്നത് 2/3 ആണല്ലോ. അങ്ങനെയാകുമ്പോൾ മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുക എത്രയായിരിക്കും എന്നറിയണമെങ്കിൽ 4,80,000 ഇൻറ്റു 3/2 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 3/2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് പറയാം? കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ എന്ന് പറയാം. അതിൻ്റെ 1/3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2,40,000 വരും. ആ 2,40,000 എക്സംഷൻ കിട്ടും. ബാക്കി 2,40,000 ടാക്സബിൾ ആണ്. അങ്ങനെ കമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സബിൾ എമൗണ്ട് 2,40,000, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ 64,000. മൊത്തം ടാക്സബിൾ എമൗണ്ട് ഓഫ് പെൻഷൻ 3,04,000 ആണ് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇഫ് ഹി ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി കിട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ എക്സംഷൻ കിട്ടുന്ന എമൗണ്ട് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പകുതിയോളം എക്സംഷൻ കിട്ടും. മനസ്സിലായല്ലോ? നോക്കൂ, എത്രയാണ്? 4,80,000 ആയിരുന്നു കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയിട്ടുള്ളത്. എക്സംഷൻ കിട്ടുക എത്രയാണ്? 4,80,000 എന്ന് പറയുന്നത് 2/3 പെൻഷനാണ്. 2/3 പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ വാട്ട് ഈസ് ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ? 4,80,000 ഇൻറ്റു 3/2. അതിൻ്റെ 50%, 1/2 ആണ് എക്സംഷൻ കിട്ടുക. 3,60,000. ഓക്കെ, അപ്പോൾ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,20,000 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ആ ടാക്സബിൾ എമൗണ്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷനും അൺകമ്മ്യൂട്ടഡ് പെൻഷനായ 64,000 ഉൾപ്പെടെ 1,80,000 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് പെൻഷൻ വരുന്നത്. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mrs. Lekha retired from government service on 30th June 2019. Her monthly salary at the time of retirement included the following: basic pay 18,000, DA not forming part of pay 40%, allowance exempt 1,000. Her pension up to 31st December 2019 was 1,500 per month. With effect from 1/1/2020, she got 1/3 of the pension commuted for rupees 1 lakh. Compute income from salary of Mrs. Lekha for the assessment year 2020-21, assuming that salary becomes due on the last day of each month. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ലേഖ എന്ന് പറയുന്ന ആള് എംപ്ലോയി ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നാണ് ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്? ഓൺ 30th June 2019 ആണ്. 30th June 2019 റിട്ടയർ ചെയ്യുന്നു. അവരുടെ സാലറി എങ്ങനെയൊക്കെയാണ്? ബേസിക് പേ, DA, അലവൻസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ആണ്. എക്സംഷൻ കിട്ടുന്ന അലവൻസ് ആണ് 1,000. അപ്പം നമുക്കറിയാം റിട്ടയർ ചെയ്യുന്നത് വരെ അവർക്ക് സാലറി കിട്ടുമല്ലോ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻകം ഫ്രം സാലറിയാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നത് വരെ അവർക്ക് സാലറി ആണല്ലോ കിട്ടുക. റിട്ടയർ ചെയ്യുന്നതെന്നാണ് 30th June. 30th June റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഏപ്രിൽ, മെയ്, ജൂൺ, 30th June റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ജൂൺ മാസവും സാലറിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസക്കാലം അയാൾക്ക് സാലറി കിട്ടും. 3 മാസക്കാലം ബേസിക് പേ 18,000 കിട്ടും. നമുക്ക് നോക്കാം ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. 18,000 × 3 54,000 കിട്ടും. ഓക്കെ, DA എത്രയായിരുന്നു? 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 54,000 × 40% 21,600 DA കിട്ടും. അലവൻസ് എക്സംപ്ഷൻ ആയതുകൊണ്ട് എക്സംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ടാക്സബിൾ എമൗണ്ട് നില്ലാണ് വരിക. ഓക്കെ, തുടർന്ന് അങ്ങോട്ട് പെൻഷനാണ് കിട്ടുന്നത്. ഏത് മുതൽ? ജൂലൈ 1 മുതൽ, ജൂലൈ മാസം മുതൽ പെൻഷൻ കിട്ടും. ജൂലൈ മാസം മുതൽ പെൻഷൻ കിട്ടുമ്പോൾ പെൻഷൻ അപ് ടു 31st December was 1,500. With effect from 1/1/2020, she got 1/3 pension commuted
ഫോർ റുപ്പീസ് 1 lakh 1 lakh റുപ്പീസിന് കമ്മ്യൂട്ട് ചെയ്തിരിക്കുക 1/3 പെൻഷൻ. പിന്നീട് അങ്ങോട്ട് അവർക്ക് എന്തേ കിട്ടൂ, 2/3 പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ജൂൺ 30 ശേഷം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ 5 മാസം, ശരിയല്ലേ? അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 6 മാസം വരുന്നത്. ഒന്നുകൂടെ നോക്കി, റിട്ടയർ ചെയ്യുന്നത് ജൂണിലാണ്. ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസക്കാലം പെൻഷൻ കിട്ടും. എത്ര കിട്ടും? 1500 രൂപ തോതിൽ കിട്ടും. ശരിയാണല്ലോ. അതിനുശേഷം 1/3 കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3 ആയിട്ടുള്ള 1000 രൂപയെ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഡിസംബറിന് ശേഷമുള്ള 3 മാസം. അപ്പോൾ 3 മാസം 1000 രൂപയും 6 മാസം 1500 രൂപയും പെൻഷൻ കിട്ടും. നോക്കൂ, 1500 രൂപ 6 മാസം, പിന്നീട് 1000 രൂപ തോതിൽ 3 മാസം, അങ്ങനെ 12000 രൂപയാണ്. ഈ 12000 രൂപയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് വിളിക്കുക. മന്ത്ലി പീരിയോഡിക്കലായി കിട്ടുന്ന പെൻഷൻ എന്നർത്ഥം. ഓക്കെ. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ് കിട്ടിയിരുന്നത്? 1 lakh റുപ്പീസ് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? നോക്കൂ, ഇതാ കമ്മ്യൂട്ടഡ് 1/3 കമ്മ്യൂട്ട് ചെയ്തിട്ട് 1 ലക്ഷം രൂപയാണ് കമ്മ്യൂട്ടഡ് പെൻഷനായി സ്വീകരിച്ചിരുന്നത്. ആ കമ്മ്യൂട്ടഡ് പെൻഷൻ ഇവിടെ മിസ്സിസ് ലേഖ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് നില്ലാണ്. ഗ്രോസ് സാലറി 87,600, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കിട്ടും. 37,600 ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഈ 2 കേസിലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യും. ഡോക്ടർ ശ്രീനിവാസൻ റിട്ടയർഡ് ഫ്രം എ ഹോസ്പിറ്റൽ on 31st October 2019 after serving 25 years and 11 months. At the time of retirement, his basic pay was rupees 40,000 per month. He was also getting DA at the rate of rupees 8,000 per month and bonus rupees 2,000 per month. He received rupees 6,75,000 as gratuity and his pension was fixed at rupees 18,000 per month. On 31st January 2020, he commuted 1/2 of his pension and received rupees 7,50,000. Okay, compute income from salary of Dr. Srinivasan for the previous year 2019-20 if he was working in government hospital or be working in private hospital. ഓക്കെ, ഇവിടെ എന്താണ് പ്രത്യേകത? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്, പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം അയാൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു നിശ്ചിത പീരീഡിന് ശേഷം ഒരു നിശ്ചിത ഭാഗം പെൻഷൻ അയാൾ കമ്മ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, അവരുടെ ഇൻകം ഫ്രം സാലറി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രാറ്റുവിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പെൻഷനും ഇപ്പോൾ പഠിച്ചു. ഇത് രണ്ടും വരുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഇവിടെ ഉണ്ട്, ആ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് നോക്കുക. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇൻകം ഫ്രം സാലറി 3,72,000 ആണ് വരുന്നത്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 7,97,000 ആണ് ടാക്സുകൾ എന്നത് വരുന്നത്. ഓക്കെ, നമുക്ക് പെൻഷൻ എന്ന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.